Hi, hello everyone, welcome back to my channel. It's a new video and it's a new day. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. നമ്മൾ ഹോട്ടൽ അസോസിയേഷൻ, അതൊരു സ്റ്റേറ്റിൻ്റെ എല്ലാ ഹോട്ടൽ ഓണേഴ്സും കൂടി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഉപ്പ നമുക്ക് ഹോട്ടലുണ്ട്, അപ്പോൾ ഹോട്ടലിൻ്റെ അത്യാവശ്യമായിട്ട് ഇതാണ് എൻ്റെ പപ്പാട്ട പോവായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ബസ്സൊക്കെ വിളിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലഗേജ് ബാഗ് ഓഫ് മെഹസുവിൻ്റെ കുറച്ച് ഡ്രസ്സും ഡൈപ്പറും വൈപ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഫാമിലിക്കൊക്കെ പോകാമെങ്കിൽ ഒരു നൈസ് ട്രിപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം നമ്മളങ്ങനെ പോകാൻ നിൽക്കുകയാണ്. സോ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 8 മണി ആകുമ്പോഴത്തേക്കും നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ നിയറസ്റ്റ് ടൗണിൽ വന്ന് നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വന്ന വണ്ടി അവിടെ ഇട്ടിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ്സിൽ പോവാം എന്നുള്ളതായിരുന്നു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഏകദേശം ഒരു മുക്കാ ബസ്സൊക്കെ ഫില്ലാവുന്ന രീതിയിലുള്ള അത്ര ആളുകളുണ്ടായിരുന്നു. നമ്മൾ നെയിമൊക്കെ എഴുതി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള കുറച്ച് ആളുകൾ ഓൾറെഡി കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ വന്ന് നിൽക്കുന്നവരെ കുറച്ച് കയറ്റി, അങ്ങനെ ഒരു ഇതെല്ലാവരെയും കയറ്റി കേട്ടോ. സോ നമുക്ക് ഇരിക്കാനും എല്ലാം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി തിരക്കൊന്നും ഇരിക്കേണ്ടി വന്നില്ല. നമ്മൾ ലാവിഷായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഈ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ എഴുതുകയാണ് കേട്ടോ. നമ്മൾ എത്ര ആളുണ്ടെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് നമുക്കൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും നെയിമൊക്കെ എഴുതി. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു, കുറച്ച് പേരും കൂടി വരാനുണ്ടായിരുന്നു. ബട്ട് എനിവേസ് നമ്മൾ അങ്ങനെ ഓക്കെ ആണ് കേട്ടോ. ഓക്കെ ആയിരുന്നു അവിടെ. മെസൂനൊക്കെ ഒരു അര സീറ്റ് മൊത്തം കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. ഷി വാസ് വെരി ഹാപ്പി ഓൺ ദിസ് ഡേ. നല്ല എൻജോയിങ് ആയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ പോകുന്നത് ഹോട്ടൽ അസോസിയേഷൻ്റെ മീറ്റിംഗ് വരുന്നത് തൃശ്ശൂരായിരുന്നു കേട്ടോ. നമ്മുടെ ലുലു കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കണ്ട ഹെലിപാഡൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഇപ്പോൾ പോയതാണ് നമ്മുടെ ബസ് വരുന്നത്. ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഒരു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്കൊരു ഓർഡറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്ര ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതേ ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ നമ്മളങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അങ്ങനെ സ്കാറ്റർ ചെയ്ത് പോയിട്ടോ, അവരവരുടെ ഇഷ്ടത്തിന്. സുരേഷ് ഗോപി സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആക്ടർ സുരേഷ് ഗോപി. അപ്പോൾ ചിലവർ അങ്ങോട്ട് പോയി. പക്ഷെ നമ്മൾ ആദ്യം അസോസിയേഷൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ എക്സിബിഷന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം സൽക്കാർ എന്നാണ് എക്സിബിഷന് പേര് കൊടുത്തിട്ടുള്ളത്. സോ അധിക പേരും എക്സിബിഷന് തന്നെയാണ് ആദ്യം പോയത്. കുറച്ച് പേര് സുരേഷ് ഗോപി അവരെ കാണാനും അവരുടെ മീൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ പോയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് ആദ്യം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറേ അവർ ഡെമോ ആയിട്ടും എക്സ്പോ ആയിട്ടും കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരവരുടെ പ്രൊഡക്റ്റൊക്കെ പരിചയപ്പെടുത്തായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു എക്സ്പോയിലാണെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് ക്യാമറാസും TV ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഹാളിൽ നടക്കുന്ന കാര്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു. സോ ഓരോരുത്തരും ഓരോ റൂം പോലെ ഡിഫറെൻ്റ് ആക്കി തിരിച്ചിട്ട് അവരവരുടെ പ്രൊഡക്റ്റും അവരുടെ മീൻസ് ഹോട്ടലുകാർക്ക് വേണ്ട കാര്യങ്ങളാണ് അവരവിടെ എക്സിബിഷനായിട്ട് ചെയ്യുന്നത്. ലൈക്ക് സംതിങ് ചപ്പാത്തി അവരൊക്കെ ഇതൊക്കെ ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയാണത്. പൊറോട്ട ചുടുന്നതും അതിന് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന പാന്, അതിന് മൈദയുടെ കമ്പനി, അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരുന്നു കേട്ടോ എക്സിബിഷനിലുണ്ടായിരുന്നത്. പിന്നെ സംതിങ് വെരി റെയർ ആൻഡ് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്, അവർ ഇപ്പം ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പോയി കഴിക്കാം, എന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റുമായിരുന്നു. ലൈക്ക് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പം അവിടെ പോകുന്ന എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്ലേറ്റ്
നമുക്ക് ഐസ്ക്രീം, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, സിംഗർ, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കഴിക്കാം. അത് നമ്മൾ കഴിച്ച് അവരുടെ ആ ടേസ്റ്റും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് ട്രസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഇത് പർച്ചേസ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഹാളിൽ നടക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ കുറേ പേരിങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ സുരേഷ് ഗോപി അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഏകദേശം ഉച്ച ആവുന്നവരെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനൊക്കെ ആൾ പോയി കേട്ടോ. ഞങ്ങൾ ഹാളിൽ ഇതൊക്കെ കണ്ട് എത്തിയപ്പോഴത്തേനും കുറേ ടൈമായി. പിന്നെ ചെറിയ നമ്മുടെ വീട്ടുപകരണത്തിനുള്ള സാധനങ്ങളല്ല കേട്ടോ, എല്ലായിടത്തും ഹോട്ടലിന് വേണ്ട വലിയ വലിയ പാൻസ്, വലിയ വലിയ പ്ലേറ്റ്സ്, ക്രോക്കറീസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവർ ഒരുപാട് അവരുടെ ആഡിനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് കാർഡായിട്ടും പേപ്പേഴ്സായിട്ടും പോസ്റ്റേഴ്സായിട്ടും പിന്നെ കവർ ഷോപ്പേഴ്സായിട്ടടക്കം പിന്നെ ബലൂൺസൊക്കെ, മേസോൺ ബലൂണൊക്കെ കിട്ടിയായിരുന്നു അവരവരുടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഇരുത്തി നമുക്കിപ്പോൾ ഇങ്ങനല്ല മസാജിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇരുത്തി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ നമുക്ക് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ പപ്പ നോക്കിയിട്ടുണ്ടായിരുന്നു, ചിലതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. നമുക്ക് ആവശ്യമുള്ളതെന്ന് തോന്നുന്നത്. പിന്നെ ഇത് ചായപ്പൊടിയുടെ സെക്ഷനായിരുന്നു കേട്ടോ ഇത്. അത് നമുക്ക് അവർ ചായ ഫ്രീ ആയിട്ട് തരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോയായിരുന്നു. ഇത് കുറച്ചും കൂടിയും ഹൈ കമ്പാർട്ട്മെൻറ്റ്, ലൈക്ക് AC റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പിന്നെ നമുക്കങ്ങനെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പോവാ, കാണുക, നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുക, അതിനനുസരിച്ച് ചെയ്യാൻ. ഇതൊരു നോർമൽ കുഞ്ഞി തട്ടുകട പോലത്തെയൊക്കെ ഒരു ഡെമോ ഒക്കെ ആയിരുന്നു. അതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ചുക്ക് കാപ്പി, ഹെം സീഡ്സ്, ഫ്ലക്സ് സീഡ്സ്, അതിൻ്റെയൊക്കെ ആയിരുന്നു. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഹാൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. എന്ത് ഗ്രാൻഡായിട്ട് എലഗൻ്റ് ആയിട്ടാണെന്നറിയാം, അടിപൊളിയായിട്ടാണ് അവിടുത്തെ ഹാളൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇത് കറക്കി കഴിഞ്ഞ് ആ ഒരു സൂചി എവിടെയാണോ നിൽക്കുന്നത് അത് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആയിരുന്നു, എനിക്ക് കിട്ടിയില്ല. എൻ്റെ പ്രോയ്ക്ക് അനിയന് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. പക്ഷെ ഒരുപാട് പേര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഇൻ കേസ് അത് കറങ്ങി വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ലാഭം. കാരണം ചിക്കൻ മസാല, മീറ്റ് മസാല, അങ്ങനത്തെയൊക്കെ സാമ്പാർ പൊടി, അങ്ങനത്തെയൊക്കെ മസാലാസാണ്. സോ അതിനുവേണ്ടി കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ലൈനിൽ പോയി നിൽക്കുമായിരുന്നു. എന്തായാലും അത് അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കറക്കി നോക്കി, അതിൽ ബ്രോയ്ക്ക് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഫുഡ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലഞ്ച് ടൈം ആയപ്പോൾ നമുക്ക് കൂപ്പൺ കൊണ്ട് പോയിട്ട് ഫുഡ് വാങ്ങുമായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു മെയിനായിട്ട്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അവരവിടുത്തെ റൈസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഡെലിഷ്യസ് ഫുഡ്. പക്ഷേ ഇരിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു, കാരണം അത്രയും ആൾക്കാരായിരുന്നു. ഇരിക്കാനുള്ള സ്പേസ് തീരെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറേ പേര് നിന്ന് കഴിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു സ്പേസ് നോക്കി അങ്ങനെ സ്പേസ് കിട്ടി, എന്നിട്ട് കഴിക്കുമായിരുന്നു ചെയ്ത് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ വാട്ടർ നമുക്ക് അവർ തന്നെ സപ്ലൈ ചെയ്തായിരുന്നു. നമ്മൾ ഫുഡ് മാത്രം പോയി വാങ്ങിയാൽ മതി. ഒരു ബൊഫേ സ്റ്റൈലായിരുന്നു. നമുക്ക് വേണ്ടത് ഇതാക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഡെലിഷ്യസ് ഫുഡ്. പിന്നെ നമ്മുടെ ഒപ്പം വന്നവരെയൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടോ, അവിടെ നിന്നാണ് പിന്നെ കണ്ടത്, ഫുഡിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഒപ്പം വന്നവരെ കണ്ടത്. ബട്ട് പ്ലസ് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. ഐസ്ക്രീംസ് ഡിഫറെൻറ്റ് ഫ്ലേവറിലുണ്ടായിരുന്നു. പക്ഷേ അവസാനം വാനില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫ്ലേവേഴ്സ് എല്ലാം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് നിസ്കരിക്കാനൊക്കെ പോയി. നിസ്കാരം കഴിഞ്ഞ് മേസോന് ഫുഡ് കൊടുക്കണ്ടായിരുന്നു. മേസോന് ഫുഡ് പ്രിപ്പയർ ചെയ്തു എന്നല്ലാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നമസ് റൂമിൽ പോയിട്ടായിരുന്നു ഫുഡൊക്കെ കൊടുത്തിരുന്നത്. അപ്പം കുറച്ച് നേരം ഇവരിവിടെ വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് നമസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നു. നമസിൻ്റെ റൂമൊക്കെ അടിപൊളിയായിട്ടോ, നല്ല ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഹാളിലോട്ട് എത്തി നടന്നിട്ട്. ആൻഡ് ആ ഹാളും ഭയങ്കര വലിയ ഹാളായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സ്റ്റേജ് കൊഴുവായിരുന്നു. പിന്നെ പാട്ട് പാടാനുള്ളവരെയും കൊണ്ടൊക്കെ പാട്ടൊക്കെ പാടിപ്പിക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അവിടെ പോയി പാടിയായിരുന്നു. അതിൽ ഒരു കുട്ടി എങ്ങാണ്ട് സ്വയം എഴുതിയ
കവിത വരെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വലിയൊരു ഹാളൊക്കെ. അഞ്ചില്ലേ കറി അപ്പം നമ്മൾ ഏകദേശം ഒരു 4 മണി 5 മണിയാകുമ്പോഴേക്കും പുറത്തോട്ട് ഇറങ്ങാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ അത് ലേറ്റായി, 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. കാരണം നമുക്കിങ്ങനെ കുറേ പേര് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എത്തിയപ്പോഴത്തേനും തന്നെ കുറച്ച് ടൈം വഴുകി. ഹാളിലിരിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പേരുടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ അങ്ങനെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു. കുറേ പേർക്ക് ഇപ്പം അവിടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും കുറേ പേര് ഹോട്ടലിൻ്റെ കുറേ അഡ്രസ്സ് കിട്ടി അവർ വന്നിട്ട് സർവീസ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കാണെന്നുണ്ടെങ്കിലും കുറേ ആളുകളുടെ നമ്പേഴ്സ് കിട്ടി, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളും കോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ അസോസിയേഷന് പോകുമ്പോൾ നമുക്ക് ബിസിനസ് വൈസ് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും. ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഈ ഒരു ജേണി ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാതും ഇത്രയും വലിയൊരു ഹാളിലൊക്കെ ചെയ്തിട്ട് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ത്രൂ ഔട്ട് പ്രോഗ്രാമിലുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ടീ ടൈം, ചായയും പഴംപൊരിയും പിന്നെ അപ്പുറത്ത് മുട്ട ബജി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് മുട്ട ബജിയൊന്നും കിട്ടിയില്ല. കോഫി ഉണ്ടായിരുന്നു, കോഫി കൊണ്ടുവന്നതും കഴിഞ്ഞു പോയി, അത്രയും ഫാസ്റ്റിലായിട്ട് കഴിഞ്ഞു പോയി. നല്ല ടീ ആയിരുന്നു, പിന്നെ നല്ല സ്നാക്കും നന്നായിരുന്നു. പിന്നെ ഇപ്രാവശ്യം നമുക്ക് സീറ്റിന് വലിയ പ്രശ്നം ഉണ്ടായില്ല. അതെന്താണെന്നറിയില്ല, കുറേ പേര് പോയി എന്ന് തോന്നുന്നു ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും. ബട്ട് സ്റ്റിൽ അവരുടെ സർവീസും ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ലൈക്ക് ഇത്രയും പേർക്ക് ഫുഡിന് പുറമെ സ്നാക്കും ടീയും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ. പിന്നെ അതിൻ്റെ ഒപ്പം ഇത് ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഇതെന്താണെന്ന് എനിക്ക് അറിയാനല്ല, റവൻ്റെ എന്തോ സംഭവമാണ്. വലിയ കുഴപ്പമില്ല, എന്നാലും പോരാ, കുഴപ്പമില്ല അങ്ങനെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് സ്റ്റക്കായി പോയി ഗൈസ്. കാരണം അവരൊക്കെ പോവുകയും ചെയ്തു, എനിക്ക് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളൊരു ഇതറിയുന്നില്ല. കാരണം ഒറ്റയ്ക്കായിപ്പോയി വഴിയില്ല. ഞാൻ നിസ്കരിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേനും ആരും കാണാനില്ല. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വ്യൂ ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നതേ ഉള്ളൂ. സംഭവം എനിക്കറിയില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ ഷാള് കണ്ടായിരുന്നു അവർ നടന്നു പോകുന്നതിൻ്റെ. അപ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോയതും കൊണ്ട് അവരൊപ്പം എത്തി ഗൈസ്. പിന്നെ ഇവിടെയൊക്കെ നല്ല സീനിയറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ സമയം വൈകിയായിരുന്നു കുറേ പേർക്ക്. അപ്പോൾ നമ്മളങ്ങനെ പോയി ഗൈസ്. അത്രയാണ്. പിന്നെ നമ്മളങ്ങനെ വല്ലാതെ അതൊന്നും ചെയ്തില്ല. പിന്നെ കുറേ പേര് ബസ്സിലിരുന്ന് ഉറങ്ങുകയൊക്കെ ആയിരുന്നു. കുറേ പേര് വരുന്നേ ഉള്ളൂ, എന്നാൽ നമ്മളൊക്കെ കയറിയിരുന്ന് അങ്ങനെ. അത് കഴിഞ്ഞ് നേരെ സ്ട്രീറ്റ് ടു ആ ഹോം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഓടിക്കരച്ച് വന്നതായിരുന്നു ഗൈസ്. ആരും കാണാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കിട്ടി. അപ്പോൾ ഞാൻ ഓക്കെ ആയി. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഒരു ജേണി എന്ന് പറയുന്നത്. നമ്മളങ്ങനെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തില്ല. ഒരു ഹോട്ടൽ അസോസിയേഷൻ്റെ കാര്യം മാത്രം ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് സംതിങ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലോട്ട് വന്നു കേട്ടോ. സോ അത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.